ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് നാൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻറ്റ് ഹൗസ് നോക്കുന്ന കാര്യം. അപ്പോൾ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയതും. ഒരുപാട് നാളായിരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വീട് കിട്ടിയത്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിലായിരിക്കും. കഴിഞ്ഞ സാറ്റർഡേ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ ലിവിങ് റൂമും ഡൈനിങ് ഹാളും പിന്നെ ഒരു ബെഡ്റൂമും കിച്ചണും വർക്ക് ഏരിയ ആണ് കേട്ടോ വരുന്നത്. മേലെ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. പിന്നെ ഇത് ഡൈനിങ് ഹാളും പിന്നെ ഒരു ബെഡ്റൂമാണ് കേട്ടോ താഴെ ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. പിന്നെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സ്റ്റൗവിൻ്റെ താഴെയായിട്ടൊരു ഗ്യാപ്പ് വരുന്നത് എന്താ വെച്ചാൽ അവിടെ കുക്കിംഗ് റേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ. അപ്പോൾ അത് എടുത്ത് മാറ്റിയപ്പോൾ അവരവിടെ ഒരു ബോക്സ് അടിച്ച് അങ്ങനെ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കർട്ടനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസൊക്കെയുള്ള കിച്ചണാണ്. താഴെയാണെങ്കിലും മേലെയാണെങ്കിലും ഒക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓവനും മിക്സിയൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രിഡ്ജും ഇൻഡക്ഷൻ കുക്കറൊക്കെ കിച്ചൻ്റെ വലത് ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ കിച്ചണായിരിക്കും കേട്ടോ ഇനി വീഡിയോസിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ, അതായത് വാർക്ക കട്ട് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ടി വി ഇരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ റൂമിലാണ് നമ്മുടെ പുതിയ കിച്ചൺ വരുന്നത്. അപ്പോൾ അതും ഒക്കെ എല്ലാം കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറച്ച് ഏകദേശം ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി മാറ്റാനുണ്ട് അവിടെ നിന്ന്. എന്നിട്ട് വേണം ഇനി മുകളിലേക്ക് സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പോയി കാണാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് നല്ല സൗകര്യമാണ്. ഒരു 5 മിനിറ്റ് പോലും ഇല്ല, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നടന്നെത്താവുന്ന അടുത്ത് തന്നെയാണ് നമുക്ക് വീട് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം അങ്ങനെ വെറുതെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സുകൾ കുറച്ച് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ മതിലിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ അവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം അധികമൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അത്യാവശ്യം ചെടികളൊന്ന് ഒതുക്കി അടിച്ചു, അത്ര കാര്യങ്ങൾ ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മീനൊക്കെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരപ്പും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.